റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ഭീകരവുമായ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ച് പുറത്തുവരുന്ന യുദ്ധഭൂമിയിലെ വിവരങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ പോലും നടുക്കുന്നതാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 10,000-കണക്കിന് യുക്രൈൻ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് മോസ്കോയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇരുപക്ഷവും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ പോരാടുന്ന ഈ ഘട്ടത്തിൽ യുദ്ധത്തിന്റെ വ്യാപ്തി അനുദിനം വർദ്ധിച്ചു വരികയാണ്. റഷ്യൻ മിലിറ്ററി അനലിസ്റ്റായ ആൻഡ്രേ മരോജ്കിയെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മെയ് മാസത്തിൽ മാത്രം യുക്രൈന് 31,000-ലധികം സൈനികരെയാണ് യുദ്ധഭൂമിയിൽ നഷ്ടമായത്. ഇതിനു പുറമെ ഇക്കഴിഞ്ഞ വസന്തകാലത്ത് മാത്രം 1,07,000-ലധികം യുക്രൈൻ ഭടന്മാർ കൊല്ലപ്പെടുകയോ കടുത്ത പരിക്കുകളോടെ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെന്നും റഷ്യ അവകാശപ്പെടുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത മനുഷ്യനഷ്ടമാണ് യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന സൂചന. എന്നാൽ റഷ്യയുടെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നത്. മോസ്കോ പുറത്തുവിടുന്ന കണക്കുകൾ വെറും മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണെന്നും തങ്ങളുടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനാണ് റഷ്യ ഇത്തരം അതിശയോക്തിപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും യുക്രൈൻ നയതന്ത്രജ്ഞർ ആരോപിക്കുന്നു. എങ്കിലും റഷ്യൻ കണക്കുകൾ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്നിലധികം ഫ്രണ്ടുകളിൽ നടക്കുന്ന പോരാട്ടം എത്രത്തോളം ക്രൂരമാണെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിപ്പോർട്ടുകൾ. കിഴക്കൻ യുക്രൈനിലെ വിവിധ അതിർത്തി മേഖലകളിൽ ഇരുഭാഗവും തമ്മിൽ അതിരൂക്ഷമായ പീരങ്കി യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിറ്റുകൾക്കകം 100 കണക്കിന് സ്ഫോടനങ്ങളാണ് യുദ്ധഭൂമിയിൽ മുഴങ്ങുന്നത്. കിലോമീറ്ററുകളോളം ദൂരെയുള്ള സൈനിക താവളങ്ങളെയും പ്രതിരോധ കോട്ടകളെയും ലക്ഷ്യമിട്ട് ഇരുപക്ഷവും അത്യാധുനിക ദീർഘദൂര പീരങ്കികളും റോക്കറ്റുകളും വർഷിക്കുകയാണ്. ഇത് ഇരുവശത്തും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പീരങ്കികൾക്ക് പുറമെ ആധുനിക യുദ്ധമുറകളിലെ ഏറ്റവും മാരകമായ ചാവേർ ഡ്രോണുകളുടെ വൻതോതിലുള്ള ഉപയോഗമാണ് ഈ ഘട്ടത്തിൽ യുദ്ധത്തെ കൂടുതൽ ഭീകരമാക്കുന്നത്. റഷ്യൻ സൈന്യം തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ കൂട്ടങ്ങളെ ഉപയോഗിച്ച് യുക്രൈന്റെ മുൻനിര സൈനിക താവളങ്ങളെയും ഇന്ധന ഡിപ്പോകളെയും നിരന്തരമായി തകർക്കുകയാണ്. ഡ്രോണുകളിൽ നിന്നുള്ള ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യുക്രൈൻ സൈനികർക്ക് ബങ്കറുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. യുക്രൈന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില നുഴഞ്ഞുകയറ്റങ്ങൾക്കും പ്രകോപനങ്ങൾക്കും കടുത്ത ശിക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ പട ഇപ്പോൾ മുന്നേറുന്നത്. തങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായി കടുത്ത വ്യോമാക്രമണങ്ങളാണ് റഷ്യൻ വ്യോമസേന യുക്രൈനിലെ സൈനിക കമാൻഡ് സെന്ററുകൾക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ ഈ കടുത്ത പ്രത്യാക്രമണ തന്ത്രമാണ് യുക്രൈൻ സൈന്യത്തിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പരസ്പരം തളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്രൂരമായ യുദ്ധമുറയാണ് ഇപ്പോൾ ഇരുപക്ഷവും പയറ്റുന്നത്. ആയുധബലത്തിലും സൈനികരുടെ എണ്ണത്തിലും മുന്നിട്ട് നിൽക്കുന്ന റഷ്യ യുക്രൈന്റെ പ്രതിരോധ ശേഷിയെ പൂർണ്ണമായും സാമ്പത്തികമായും ശാരീരികമായും ക്ഷയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആയുധ സഹായങ്ങൾ കൊണ്ട് മാത്രം റഷ്യയുടെ ഈ ഭീമാകാരമായ ആക്രമണങ്ങളെ എത്രകാലം ചെറുക്കാൻ യുക്രൈന് സാധിക്കുമെന്ന ചോദ്യം ഇതോടെ ശക്തമായിട്ടുണ്ട്. കനത്ത മനുഷ്യനഷ്ടം നേരിടേണ്ടി വരുന്നത് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിക്കും യുക്രൈൻ സൈനിക നേതൃത്വത്തിനും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധമുന്നണിയിലേക്ക് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ യുക്രൈൻ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പരിചയസമ്പന്നരായ ഒട്ടനവധി കമാൻഡർമാരും സൈനികരും ഇതിനകം തന്നെ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ പുതുതായി എത്തുന്ന സൈനികർക്ക് റഷ്യൻ ആർട്ടിലറിയെ പ്രതിരോധിക്കുക എന്നത് കഠിനമായ ദൗത്യമായി മാറുകയാണ്. അതേസമയം അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും യുക്രൈന് കൂടുതൽ അത്യാധുനിക ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയോടെ റഷ്യൻ മണ്ണിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെതിരെ ശക്തമായ ആറ്റോമിക് മുന്നറിയിപ്പുകൾ വരെ ക്രെംലിൻ പലതവണ നൽകിയിട്ടുള്ളതാണ്. യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇരുവിഭാഗവും ചർച്ചകളുടെ പാതയിലേക്ക് വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു വശത്ത് തങ്ങളുടെ പരമാധികാരവും പിടിച്ചടക്കപ്പെട്ട ഭൂമിയും തിരിച്ചുപിടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് യുക്രൈൻ. മറുവശത്ത് തങ്ങൾ ലക്ഷ്യമിട്ട സൈനിക ലക്ഷ്യങ്ങൾ
പൂർണ്ണമായും കൈവരിക്കുന്നതുവരെയും യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിൽ നിന്ന് തടയുന്നതുവരെയും പിന്മാറില്ലെന്ന് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കുന്നു. തുടർച്ചയായ ഈ സൈനിക ഏറ്റുമുട്ടലുകൾ യുക്രൈനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. യുദ്ധമുന്നണിയിലെ കനത്ത സ്ഫോടനങ്ങളും വ്യോമാക്രമണങ്ങളും കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വീണ്ടും അഭയാർത്ഥികളായി മാറുന്നത്. രാജ്യത്തെ പ്രധാന ഊർജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും റഷ്യൻ മിസൈലുകൾ തകർത്തതോടെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കാണ് യുക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഈ കനത്ത സൈനിക നാശനഷ്ടങ്ങൾ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ യുക്രൈൻ യുദ്ധത്തിന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്കെതിരെ ആഭ്യന്തരമായ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ആഗോള വിപണിയെയും പണപ്പെരുപ്പത്തെയും ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ ഒരു സമാധാന ചർച്ചയ്ക്കായി പല ആഗോള ശക്തികളും പരോക്ഷമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. റഷ്യ തങ്ങളുടെ പ്രതിരോധ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് അവർക്ക് യുദ്ധഭൂമിയിൽ മേൽക്കൈ നൽകുന്നത്. കനത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും റഷ്യൻ ഫാക്ടറികൾ 24 മണിക്കൂറും പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് വെടിക്കോപ്പുകളും ടാങ്കുകളും മിസൈലുകളുമാണ് യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കുന്നത്. ഈ കടുത്ത ആയുധബലത്തിനു മുന്നിൽ പാശ്ചാത്യ സഹായങ്ങളെ മാത്രം വിശ്വസിച്ച് യുക്രൈന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നത് കണ്ടറിയണം. വരും ദിവസങ്ങളിൽ വേനൽക്കാലം കടുക്കുന്നതോടെ യുദ്ധഭൂമിയിൽ കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പ്രവചിക്കുന്നത്. റഷ്യ തങ്ങളുടെ പക്കലുള്ള വലിയ സൈനിക റിസർവ് വക്താക്കളെ ഉപയോഗിച്ച് പുതിയ അധിനിവേശങ്ങൾക്ക് മുതിർന്നേക്കാം. ഇതിനെ പ്രതിരോധിക്കാൻ യുക്രൈനും തങ്ങളുടെ അവസാന തന്ത്രങ്ങൾ പുറത്തെടുക്കാൻ നിർബന്ധിതരാകും. മെയ് മാസത്തിലെ 31,000 സൈനികരുടെ ജീവഹാനി എന്ന റഷ്യൻ കണക്കുകൾ യുദ്ധത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ചോരക്കളിക്ക് എപ്പോൾ വിരാമമുണ്ടാകും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പ്രവചനവും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇരുപക്ഷവും തങ്ങളുടെ അഭിമാന പോരാട്ടമായി ഇതിനെ കാണുമ്പോൾ യുക്രൈനിലെ ഓരോ മൺതരിയും വലിയൊരു നാശത്തിന്റെ സാക്ഷിയായി മാറുകയാണ്.